മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന പട്ടയ ഭൂവിഷയങ്ങളിൽ പൂർണ്ണ പരിഹാരം വേണമെന്ന ആവശ്യം ശക്തം. 1999 ഭൂമി ലഭിച്ച 1000-ലധികം കർഷകർ ഉൾപ്പെടെ പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണ്. 1980-85 കാലഘട്ടങ്ങളിൽ മാങ്കുളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും പട്ടയമെന്ന സ്വപ്നവുമായി മുന്നോട്ടു പോകുന്നു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്ന പട്ടയ ഭൂവിഷയങ്ങളിൽ പൂർണ്ണ പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മാങ്കുളത്ത് ജനവാസം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 1999 ഭൂമി ലഭിച്ച 1000-ലധികം കർഷകർ ഉൾപ്പെടെ പട്ടയം ലഭിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. കവിതക്കാട്, പാമ്പുംകയം, മാങ്ങാപ്പാറ, ആറാമൈൽ തുടങ്ങി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായിരുന്നു കർഷകർക്കായി ഭൂമി വിതരണം ചെയ്തത്. അലോട്ട്മെന്റ് ഉത്തരവ് ലഭിച്ചതൊഴിച്ചാൽ പിന്നീട് തുടർ നടപടികളിൽ മുമ്പോട്ടു പോക്കുണ്ടായില്ലെന്നാണ് കർഷകരുടെ പരാതി. 99 കൊടുത്ത സ്ഥലമായിരുന്നു. ഇത്രയും വർഷങ്ങളായി, ഇപ്പോൾ 23 വർഷത്തോളമായി ഈ സ്ഥലം ഇവിടെ കൊടുത്തിട്ട്, 25 വർഷത്തോളം ആവുക. ഇതേവരെ ഇവിടെ പട്ടയം കൊടുത്തിട്ട് ഇവിടെ ഒരു വിദ്യാഭ്യാസത്തിന് പിള്ളേർക്ക് ലോൺ എടുക്കാൻ പോലും മേലാത്തൊരവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കൊടുക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതും ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം ഭയങ്കര ആൾക്കാർക്കൊരു ദോഷകരമായ കാര്യങ്ങളെപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കും. പലരും പല രീതിയിൽ അപേക്ഷ വെക്കുകയോ എല്ലാം ചെയ്തിട്ടും അവരതിനെക്കുറിച്ചൊരു നടപടി എടുക്കുകയോ ഒരു തീരുമാനം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. 1980-85 കാലഘട്ടങ്ങളിൽ മാങ്കുളത്ത് ഭൂമി ലഭിച്ച കർഷകരിൽ ഒരു വിഭാഗം ആളുകളും പട്ടയമെന്ന സ്വപ്നവുമായി മുമ്പോട്ടു പോകുന്നു. 1000-ലധികം ആളുകൾക്ക് 1980 മാങ്കുളത്ത് ഭൂമി വിതരണം ചെയ്തിരുന്നു. മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കർഷകർ ഭൂവിഷയം ഒഴിയുന്നതും പട്ടയം ലഭിക്കുന്നതും കാത്തു കഴിയുന്നുണ്ട്. ഉത്തരവുകളുടെയും വ്യക്തതകളുടെയും അഭാവത്താൽ വനം വകുപ്പുമായി കലഹിച്ചു കഴിയുന്ന കർഷകരുമുണ്ട്. പട്ടയ ഭൂവിഷയങ്ങളിൽ ഇനിയും ശാശ്വത പരിഹാരമുണ്ടാവാത്തത് വിനോദസഞ്ചാര മേഖലയടക്കമുള്ള മാങ്കുളത്തിന്റെ സമഗ്ര വികസനത്തിന് തിരിച്ചടിയാകുന്നുവെന്ന വാദമുയരുന്നു. വിഷയങ്ങളിൽ ഫലവത്തായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.